കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് RTO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സെക്കൻഡ് ഹാൻഡ് വ്യാപാര മേഖലയിൽ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് നടത്തിയത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് എയർലൈൻസ് അസീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് RTO ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സെക്കൻഡ് ഹാൻഡ് വ്യാപാര മേഖലയിൽ സംരക്ഷിക്കുക, RC ബുക്ക് ഔദാര്യമല്ല അവകാശമാണ്, മോട്ടോർ വാഹന വകുപ്പിന്റെ ജനദ്രോഹ നടപടികൾ അവസാനിക്കുക എന്ന മുദ്രാവാക്യമുയർത്തിയായിരുന്നു മാർച്ച് നടന്നത്. തുടർന്ന് നടന്ന ധർണ ജില്ലാ പ്രസിഡന്റ് ലത്തീഫ് കുറങ്ങോട്ട് അധ്യക്ഷനായിരുന്നു. അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എയർലൈൻസ് അസീസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഗവൺമെന്റ് ഫണ്ട് മാറി ചെലവഴിച്ചു, വകമാറ്റി ചെലവഴിച്ചു എന്നാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ഈ ഗവൺമെന്റിന് ഈ പാവപ്പെട്ട വാഹന വ്യാപാരികളുടെ പണമല്ലാതെ ഒട്ടനേകം പണം പിരിച്ചെടുക്കാനുണ്ട്. കുത്തക മുതലാളിമാരുടെ ഇൻഡസ്ട്രി ലെവലിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന് കോടിക്കണക്കിന് രൂപയുടെ വരുമാനമാണ് പിരിവാണ് കിട്ടാനുള്ളത്. ടാക്സ് ഇനത്തിൽ കോടിക്കണക്കിന് രൂപയുടെ പണമാണ് കിട്ടാനുള്ളത്. ഇതൊന്നും പിരിച്ചെടുക്കാൻ തയ്യാറാവാതെ ഈ പാവപ്പെട്ട വാഹന വ്യാപാരികളുടെ കഴുത്തിന് പിടിക്കുന്ന ഈ നിലപാട് വളരെ പ്രതിഷേധാർഹമാണ്. RC ഇല്ലാതിരുന്നാൽ ഒരു രക്ഷയും കിട്ടുകയില്ല ഒരു വാഹന ഉടമക്ക്. ഈ മോട്ടോർ വാഹന വകുപ്പ് തന്നെ, RC തരാത്ത മോട്ടോർ വാഹന വകുപ്പ് തന്നെ അബ്ദുള്ള വടകര, അസീസ് നരുക്കുനി, സത്താർ കാർസൂക്ക്, ചെമ്പായി അഹമ്മദ് കുട്ടി, ചന്ദ്രൻ തുണ്ടിയിൽ, സലാം KK, മുസ്തഫ ഹജി, അബ്ദുൾ സലാം, കുഞ്ഞു മിഥുൻ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ സംസാരിച്ചു. ACB ന്യൂസ് കോഴിക്കോട്.